അരുത് മക്കളെ, അരുത്. ഈ അരും കൊല അരുത്. അയ്യോ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സാക്ഷര കേരളത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? ക്ലാസ്സിൽ അടുത്തിരുന്ന് പഠിക്കുന്ന ഉറ്റ സുഹൃത്തിനെ അടിച്ചു കൊല്ലുന്ന സ്കൂൾ കുട്ടികൾ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ വിജ്ഞാന സ്രോതസ്സുകളാകേണ്ട സർവകലാശാലകളും കലാലയങ്ങളും കലാപശാലകളായി മാറുന്നു. ശത്രുവാരും മിത്രമാരെന്നും അടുത്തിരുന്ന് പഠിക്കുന്ന ഉറ്റ സുഹൃത്തിനെയും അരുമയായി കൂടെ കൊണ്ടു നടക്കുന്ന കൂടപ്പിറപ്പിനെയും തിരിച്ചറിയാൻ പറ്റാത്ത കാലം. ഉള്ളതെല്ലാം ചിലവാക്കി തൻ്റെ പൊന്നു കുഞ്ഞിന് പഠിപ്പിച്ച് വലുതാക്കുവാൻ സ്വപ്നം കണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വിടുന്ന മാതാപിതാക്കൾക്ക് തൻ്റെ വാത്സല്യ കുഞ്ഞ് തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത കാലം. ഈ അടുത്ത കാലത്ത് ഉറ്റ സുഹൃത്തുക്കൾ ചേർന്ന് ക്രൂരമായി തല്ലിക്കൊന്ന 10ാം ക്ലാസ്സുകാരനായ ഷഹബാസ് എന്ന പൊന്നുമോൻ്റെ കൊലപാതകവും, പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് വിധേയമായി സിദ്ധാർത്ഥ് എന്ന പൊന്നനുജൻ്റെ കൊലപാതകവും, കടം കയറി എന്ന പേരിൽ നൊന്ത് പ്രസവിച്ച അമ്മയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിതൃമാതാവിനെയും കാമുകിയായ പെൺ സുഹൃത്തിനെയും പൊന്നുപോലെ സ്നേഹിച്ച പൊന്നനുജനെയും ചുറ്റിക കൊണ്ട് 1, 2, 3, 4, 5 എന്ന് ഒന്ന് തള്ളിയിട്ട് ഒരു മനസ്താപവുമില്ലാതെ കുളിച്ച് കുട്ടപ്പനായി സന്തോഷവാനായി പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ 6 പേരെ കൊല ചെയ്തു വന്ന് ഒരു പല്ലിയെ കൊന്ന ലാഘവത്തോടെ പറയുക. ആ അമ്മ മരണത്തോട് മല്ലടിച്ച് ഇന്നും ഹോസ്പിറ്റലിൽ കഴിയുന്നു. മകൻ പഠിച്ച് മിടുക്കനായ ഒരു ഡോക്ടറായി കുടുംബത്തിനും നാടിനുമെല്ലാം അത്താണിയായി തീരുമെന്ന് സ്വപ്നം കണ്ട് ഉള്ളതെല്ലാം ചിലവാക്കി തൻ്റെ മകനെ MBBSന് ചൈനയിൽ അയച്ച് പഠിപ്പിച്ച അച്ഛൻ തൻ്റെ മകൻ ഒരു ഡോക്ടറായി തീരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് വിശ്രമിക്കുന്ന സമയത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ പിതാവിൻ്റെ കഴുത്തറുത്ത അരുത് മകനെ അരുതെന്ന് പ്രാണവേദനയോടെ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അച്ഛനെ പിന്തുടർന്ന് 1, 2, 3 എന്ന് 28 വെട്ട് ഇഞ്ചിഞ്ചായിട്ട് മരണം ഉറപ്പാക്കിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് ജന്മം തന്ന എൻ്റെ തന്തയെ ഞാൻ കൊന്നു എന്ന് ലോകം കീഴടക്കി അഭിമാനത്തോടെ പറയുന്ന മകൻ, ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ ഭീതിയിലാക്കുന്ന, മനസ്സാക്ഷിയെ ഞെട്ടിക്ക് എത്രയെത്ര കൂട്ടക്കൊലപാതക പരമ്പരകളാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 2025 മാർച്ച് 9-ാം തീയതി ഞായറാഴ്ചത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് വെറും 59 ദിവസങ്ങൾക്കുള്ളിൽ 65 കൊലപാതകങ്ങളാണ് സാക്ഷര കേരളത്തിൽ നടന്നത്. മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ വില്ലനെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതെ, അവ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ വില്ലൻ. പക്ഷേ എങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്നും കാലഹരണപ്പെട്ട നിയമങ്ങൾക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവരെ മദ്യത്തിനും മയക്കുമരുന്നിനും ഇൻ്റർനെറ്റിനും മൊബൈലിനും അടിമകളാക്കി തീർത്തതിന് പിന്നെ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും ഭരിക്കുന്ന ഗവൺമെൻറ്റിനും നിയമ വ്യവസ്ഥിതികൾക്കും ഒരു കാര്യമായ പങ്കില്ലേ? അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുമോ? അതെ, നമ്മുടെ തലമുറകൾ ഇപ്രകാരം മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനുമൊക്കെ അടിമയായി തീരാതെ അവരെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായിരുന്നില്ലേ? അതെ, നമ്മുടെ തലമുറകൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന പ്രതികൾ ഭരണകൂടവും എന്തു ചെയ്താലും പുല്ലുപോലെ രക്ഷപ്പെട്ടു പോകാം എന്ന നിലയിൽ ഇന്ന് നിലവിലിരിക്കുന്ന കാലഹരണപ്പെട്ട നിയമങ്ങൾ കുഞ്ഞുങ്ങളെ നന്മയും തിന്മയും മനസ്സിലാക്കി നന്മ തിരഞ്ഞെടുക്കാനുള്ള ബാലപാഠങ്ങൾ പഠിപ്പിക്കാതെ അവർ ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുത്ത് കഷ്ടതയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒന്നും മനസ്സിലാക്കാതെ ഒരു ഉട്ടോപ്യൻ ലോകത്തിൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. അതെ, അതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രതികൾ ഇവരൊക്കെയല്ലേ? തീർച്ചയായും നാം പറഞ്ഞതുപോലെ മറ്റു കാരണങ്ങളുടെ സ്വാധീനം ഉണ്ടാകാം. പക്ഷേ അതിലേക്ക് അവർ അകപ്പെടുവാനായി ഇടയാകുന്നതിന് മുമ്പ് ഇവരെല്ലാവരും മാതാപിതാക്കളുടെയും ഭരണ സംവിധാനങ്ങളുടെയും നിയമങ്ങളുടെയും സമൂഹത്തിൻ്റെയും എല്ലാം സ്വാധീനത്തിലായിരുന്നില്ല. നാം ഇവരെ നന്നാക്കുവാനായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ
സ്കൂളുകളിലെയും കോളേജുകളിലെയൊക്കെ കുഞ്ഞുങ്ങളുടെ കൊലവിളി കേൾക്കുമ്പോൾ ഇവിടെ ഒരു ഭരണ സംവിധാനം, ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ഇതിലേക്ക് ഇവരെ നയിക്കുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനം. നമ്മൾ കൊടുക്കുന്നതല്ലോ എങ്ങനെയായിട്ടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അതിൻ്റെ സുഖം പിടിച്ചു വരുമ്പോൾ താനെങ്കിൽ ഒന്ന് വരാനെടുക്കും. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും തരാവോ? ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഫ്രീ ആയിട്ടല്ലേ തന്നെ. ഇതെൻ്റെ മാമനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായിയാണ്, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഇനിയും മിഠായി വേണമെങ്കിൽ പൈസ തരണം. അതിനെന്താ തരാമല്ലോ. 10 രൂപയോ? ഒരു മുട്ടായിക്ക് 400 രൂപയാ. അയ്യോ, 400 രൂപയോ? അത്രയും പൈസ എൻ്റെ കയ്യിലില്ല. അത് കുഴപ്പമില്ല, മോള് വീട്ടിൽ ചെന്നിട്ടേ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് വാങ്ങിക്കണം വന്നാൽ മതി. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് വളരെ നാളുകളായി വളർന്ന് നിയന്ത്രിക്കാനാവാത്ത ഒരു വിശാല ലോകമായി മാറിയതാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ സ്വാധീനതയെ മുളയിലെ നുള്ളേണ്ട സമയത്ത് നുള്ളിയിരുന്നുവെങ്കിൽ അതിനായി കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ എടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികളും മാതാപിതാക്കളും സമൂഹവും തയ്യാറായിരുന്നുവെങ്കിൽ, അതിനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിത്രയും വ്യാപിച്ച് നിയന്ത്രണാതീതമായിട്ട് മാറുകയില്ലായിരുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലെല്ലാം വ്യാപിക്കുന്നതിനെപ്പറ്റി കേൾക്കുമ്പോൾ ഈ മാഫിയയ്ക്ക് മുന്നിൽ ഒരുപക്ഷെ ഭരണവർഗങ്ങളുടെ സപ്പോർട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോ. നമുക്കിവിടെ ഒരു ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ ഉണ്ടോ എന്ന് പോലും സംശയിച്ചു. ഇനിയെങ്കിലും ഭരണത്തിലിരിക്കുന്നവർ ഈ മാരക വിപത്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് നമ്മുടെ സമൂഹം ഒന്നിച്ച് സപ്പോർട്ട് നൽകണം. ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ ചെർക്കളശ്ശേരിയിൽ മയക്കുമരുന്നുമായി വന്ന സംഘത്തെ അവിടുത്തെ നാട്ടുകാർ പഞ്ഞിക്കിട്ട് പറഞ്ഞയച്ച സന്തോഷകരമായിട്ടുള്ള വീഡിയോ പ്രചരിക്കുന്നത് കാണുവാനായിട്ടിടയായി. അതെ, നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ പോലെ ബാധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാരക വിപത്തിനെ ഉന്മൂലനം ചെയ്താൽ ഇനി ഗവൺമെൻറ്റോ ഭരണ സംവിധാനങ്ങളോ മാത്രം വിചാരിച്ചാൽ പോരാ, സമൂഹത്തിൻ്റെ, നാട്ടുകാരുടെ, മാതാപിതാക്കളുടെ കൂട്ടായ പ്രയത്നം അത്യാവശ്യമാണ്. ഇതൊന്നും കണ്ടാൽ എനിക്കെന്ത്, എൻ്റെ കുഞ്ഞുങ്ങൾക്കെന്ത് എന്ന് പറഞ്ഞ് കണ്ണടച്ച് പോകാൻ ഇടയായിത്തീരരുത്. നമ്മുടെ തലമുറകൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകാൻ, അക്രമവാസനയുള്ളവരായി തീരുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി തീരുവാൻ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്ന കാലകരണപ്പെട്ട നിയമങ്ങളാണ്. എന്ത് ചെയ്താലും രക്ഷപ്പെടാനുള്ള പഴുതുകളും, അഥവാ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയാലും ടൈം ടേബിൾ വെച്ച് നല്ല ഭക്ഷണവും മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ജയിൽ മോചിതരായി തീരാം എന്നുള്ള ചിന്താഗതിയുമാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ പലരെയും മടിയില്ലാതാക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ സ്കൂളിൽ ഷഹബാസ് എന്ന കുഞ്ഞ് മോനെ ആ ക്രിമിനലുകളായ കുട്ടികൾ നടത്തിയ സംഭാഷണം തന്നെ അതിന് തെളിവാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൂട്ടം കൂടി ഒരുത്തനെ അടിച്ചു കൊന്നാലും ഒരു കുഴപ്പവുമില്ല, കേസൊന്നും എടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഗൂഢാലോചന ചെയ്ത് അയച്ച മെസ്സേജുകൾ ഈ തെമ്മാടിക്കൂട്ടത്തെ ഇപ്രകാരമുള്ള ഘോരകൃത്യം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചതിന് പിന്നിൽ കാലകരണപ്പെട്ട എന്തു ചെയ്താലും രക്ഷപ്പെടാം പഴുതുകളുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള വികലമായ അറിവുകളാണ്. പ്രായപൂർത്തിയാകാത്തവർ എന്ന പേര് എന്ത് കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും രക്ഷപ്പെടാൻ പഴുതുള്ള കാലകരണപ്പെട്ട നിയമങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഈ കൂട്ടക്കുരുതികളും അക്രമങ്ങളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിനാൽ ഇപ്രകാരമുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുക തന്നെ. അതിനായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ, നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടണം. കൂടെ ഇരുന്ന് പഠിക്കുന്നവനെ കൂടപ്പിറപ്പുകളായി കണ്ട് പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു സുവർണകാലം, പണ്ടത്തെ കാലത്ത് കുറ്റകൃത്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സുവർണ കാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങളാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ കൂത്തരങ്ങായിട്ട് മാറിയ ഈ കാലഘട്ടത്ത് ഈ നിയമങ്ങൾ പൊളിച്ചെഴുതിയേ തീരൂ. കുറ്റവാളികൾക്ക്, അവർ കുഞ്ഞുങ്ങളായാലും തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തിയേ മതിയാകും. അല്ലാത്തിടത്തോളം കാലം ഇതുപോലുള്ള കൂട്ടക്കുലകളും അക്രമങ്ങളും പെരുകിക്കൊണ്ടേയിരിക്കും.
നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേര് മാറ്റി ചെകുത്താൻ്റെ നാടെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വഴുതി വീഴുവാൻ ഇടയായി. ആ ഷഹബാസ് എന്ന കുഞ്ഞിനെ അടിച്ചു കൊല്ലുവാനായി ഗൂഢാലോചന ചെയ്ത കുട്ടികൾ, പ്രായപൂർത്തിയാകാത്തവർ കൂട്ടം കൂടി ഒരുത്തനെ അടിച്ചു കൊന്നാലും കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ നടത്തിയ സംഭാഷണങ്ങളും മാത്രമല്ല, ഷഹബാസിനെ കൊന്നതിന് ശേഷം അവർക്ക് നിയമപരമായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ നൽകി അവരെ SSLC പരീക്ഷ എഴുതുവാൻ അനുവദിച്ചതുമെല്ലാം ഈ തെണ്ടിക്കൂട്ടങ്ങൾ പറഞ്ഞതുപോലെ അല്ലേ കാര്യങ്ങൾ പിന്നീട് അവർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂട്ടങ്ങൾ നടത്തിയ സംഭാഷണങ്ങൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. സുഹൃത്തിൻ്റെ ജീവിക്കാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ തല്ലിക്കെടുത്തിയ, അവനെ ക്രൂരമായി കൊന്ന ഈ ദുഷ്ട ക്രിമിനലുകളെ പഠിപ്പിച്ച് ആരാക്കി മാറ്റാനാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത്. ഇതെന്ത് സന്ദേശമാണ് നമ്മുടെ ഭാവി തലമുറകൾക്ക് നൽകുന്നത്? അവരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ഭയപ്പെടുത്തും, അതോ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്താഗതി അവരിൽ ഉണ്ടാക്കും. കുറഞ്ഞത് ഈ ക്രിമിനൽ കുട്ടികളെ 10 വർഷമെങ്കിലും കഠിന ശിക്ഷ വിധിച്ച് ജയിലിലടച്ച് അവനെയൊക്കെ പുറം ലോകം കാണാൻ അനുവദിക്കാത്ത ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ, കുറ്റകൃത്യങ്ങൾ പെരുകുമായിരുന്നു. അതിനുശേഷം അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ വരട്ടെ, തീർച്ചയായിട്ടും അവരെ നമുക്ക് പഠിപ്പിക്കാം, ഉയരങ്ങളിലെത്തിക്കാം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ചെയ്തു. ഒരുത്തനെ കൊന്നു കുഴിച്ചു മൂടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് നിയമ സംരക്ഷണം നൽകി അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഒരിക്കലും നല്ലതല്ല. പോലും റാങ്കിങ്ങിലൂടെ ആയാലും ഒരുത്തനെ കൊല്ലാക്കൊല ചെയ്താലും ഒരു പുല്ലുമില്ല എന്നുള്ള രക്ഷപ്പെടാനുള്ള നിയമ പഴുതുകളല്ലേ സിദ്ധാർത്ഥനെന്ന ആ പൊന്നനുജൻ്റെ ക്രൂര കൊലയ്ക്ക് ശേഷവും റാഗിങ്ങിൻ്റെ പരമ്പരകൾ പല ക്യാമ്പസുകളിലും നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അധ്യാപകരുടെ അധികാരങ്ങളും സ്വാതന്ത്ര്യവുമെല്ലാം അവരിൽ നിന്ന് നിയമത്തിലൂടെ കവർന്നെടുത്തതാണ് ഇന്ന് ഈ ക്രൂരകൃത്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ പെരുകുന്നതിന് മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നു. കുട്ടികളെ അടിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല, ഒന്ന് കണ്ണുരുട്ടാൻ പോലും പാടില്ല എന്ന നിയമം സ്കൂളുകളിൽ, കലാലയങ്ങളിൽ നടപ്പിലാക്കിയോ അന്ന് മുതൽ സ്കൂളുകൾ, കലാലയങ്ങൾ കലാപശാലകളായി മാറുവാൻ, അന്നു മുതൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ പെരുകുവാൻ ഇടയായിത്തീർന്നു. ഒരനുസരണയില്ലാത്ത തലമുറ വളർന്നു വരുവാനായിട്ടിട. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശാസിച്ചാൽ, ഒന്ന് ശിക്ഷിച്ചാൽ, ഉപദേശിച്ചാൽ നിയമ നടപടികളുമായിട്ട് അധ്യാപകനെതിരെ ചാടി വീഴുന്ന ഇവിടുത്തെ ബാലാവകാശ കമ്മീഷനുകൾ തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്ക് ഉത്തരവാദിത്തം പറയണം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള പേര് ഒരാവശ്യമില്ലാതെ ബാലാവകാശ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ അധ്യാപകരുടെ മേൽ എടുക്കുന്ന ശിക്ഷണ നടപടികൾ, കുട്ടികൾക്ക് നൽകുന്ന അനാവശ്യ സ്വാതന്ത്ര്യവും സംരക്ഷണവും അധ്യാപകരുടെ ഉള്ളിൽ ഭയവും അധ്യാപന വൃത്തിയോടുള്ള ആത്മാർത്ഥതയും ഇല്ലാതാക്കി. തീർച്ചയായും ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യുന്ന അധ്യാപകനെ ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ എന്തിനും ഏതിനും ഒരാവശ്യമില്ലാത്ത കംപ്ലൈൻറ്റുമായി മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ ഒരു ന്യായവുമില്ലാതെ അധ്യാപകൻ്റെ മേൽ കുതിര കയറുവാൻ ശ്രമിക്കുന്നത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന് ഇടയാകുന്നു. ഇപ്രകാരമുള്ള തലതിരിഞ്ഞ നിയമങ്ങളിലൂടെ അധ്യാപകനോട് കുട്ടിക്കുള്ള സ്നേഹമോ ബഹുമാനമോ ഇല്ലാതെയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്യാപകനൊന്ന് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ അതിനെതിരെ കൊടി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്ന മാതാപിതാക്കളും ഇതിന് ഉത്തരവാദികളാണ്. ഒരു കാലത്ത് അധ്യാപകരെ ദൈവതുല്യ ശിഷ്യന്മാർ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കുട്ടികളെ പേടിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിലും കടന്നു പോകേണ്ട ഒരു നീചമായ അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഗുരുദേവോ പരബ്രഹ്മ, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ ഗുരുവിനെ വിശേഷിപ്പിച്ചിരുന്ന, പ്രകീർത്തിച്ചിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ആ ശിഷ്യരെ ഗുരുക്കന്മാർ ഭയപ്പെടേണ്ട അനുഭവത്തിലേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചതാണ് ഇന്ന് കാണുന്ന മൂല്യച്യുതിയിലേക്കും തകർച്ചയിലേക്കും നമ്മുടെ കലാലയങ്ങൾ
മാറുവാനായിട്ട് ഇടയായിത്തീർന്നത്, നമ്മുടെ സമൂഹം അധപ്പതിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ലോകം കണ്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ കിങ് സോളമൻ ബൈബിളിൽ സദൃശവാക്യങ്ങൾ അതിൻ്റെ 23-14 വാക്യം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. അതെ, വടി കൊണ്ട് ശിക്ഷിക്കുന്നതിലൂടെ ഒരു കുട്ടിയെ പാതാളത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് അവൻ്റെ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന ആ ഗുരു ശിഷ്യ ബന്ധം അങ്ങനെയുള്ള ഒരനുഭവത്തെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. വടി കൊണ്ടടിക്കുന്ന അധ്യാപകനെ ഭയത്തോടെ ബഹുമാനിച്ച കുഞ്ഞുങ്ങൾ, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അന്നെനിക്ക് തന്ന ശിക്ഷയാണ് ഞാനിന്ന് ഉയരങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്നതെന്ന് പറയുന്ന ശിക്ഷകണം. ആ കാലമൊക്കെ പോയി. അതെ, തലതിരിഞ്ഞ നിയമങ്ങളിലൂടെ അധ്യാപകരിൽ നിന്നും കവർന്നെടുത്ത അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അഭിമാനവും അവരുടെ വടിയും തിരിച്ചു നൽകും. അനുസരണയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. 2025 മാർച്ച് 10 തിങ്കളാഴ്ചത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജിൽ കിട്ടി ഗുരുദക്ഷിണ എന്ന പേരിൽ വിദ്യാർത്ഥികളെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത അധ്യാപകർക്കുണ്ടായ തിക്താനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ അത് വായിച്ചു കാണുമെന്ന് അറിയത്തില്ല, എങ്കിലും നിങ്ങളുടെ അറിവിനായിട്ട് 1-2 കാര്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ ആ പത്രത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ശരീരത്തിലേറ്റ പരിക്ക് എത്ര നിസാരം. ഞാൻ പരാജയപ്പെട്ട ഒരു അധ്യാപകനെന്ന് എനിക്ക് ബോധ്യമായ ദിവസം 2023 ഒക്ടോബർ 27. എൻ്റെ സ്വന്തം നാട്ടിലെ മലപ്പുറം പേരാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അന്ന് പഠിപ്പിച്ചിരുന്നത്. സ്കൂളിലെ ഡിസിപ്ലിൻ കമ്മിറ്റി കൺവീനറായിരുന്നു. സ്കൂൾ വിട്ടിട്ടും പോകാതെ കലോത്സവ പരിശീലന മുറികളിൽ കടന്നു നടന്ന വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു. മോശം പ്രതികരണമുണ്ടായപ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലെത്തിച്ചു. അവിടെ വച്ച് ശാസിക്കുന്നതിനിടെയാണ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ മുന്നിൽ വെച്ച് എനിക്ക് മർദ്ദനമേറ്റത്. ഇടത് കൈ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് ചവിട്ടിയതിനാൽ കൈക്കുഴ വേർപെട്ടു. നിലത്തു വീണപ്പോൾ ഷൂസിട്ട കാലുകൊണ്ട് വയറിനും തലയ്ക്കും ചവിട്ടി. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അധ്യാപകരെ തള്ളിമാറ്റിയായിരുന്നു പരാക്രമം. ശരീരത്തിലാകെ നല്ല മുറിവുണ്ടായിരുന്നു. എന്നാൽ മനസ്സിനേറ്റ മുറിവ് വെച്ച് നോക്കുമ്പോൾ അത് നിസ്സാരം. സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ അധ്യാപകർ ധൈര്യമില്ലെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും. കുട്ടികളെ വഴക്ക് പറഞ്ഞാലോ വടിയെടുത്തടിച്ചാലോ പോക്സോ കേസിൽ പെടുത്തുമോ എന്ന ഭയം അധ്യാപകർക്കുണ്ട്. ഈ അവസ്ഥയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് കാരണം. കുണ്ടിൽ ചോലയിൽ സജീഷ്, പേരശനൂർ കുറ്റിപ്പുറം. മറ്റൊരു സംഭവം കേൾക്കൂ. മാതാപിതാക്കൾ ഇങ്ങനെയായാൽ മകനെ പിടിച്ചതിന് പേടിപ്പിച്ച അമ്മ. 9ാം ക്ലാസ് വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പതിവായി സ്കൂളിൽ വന്ന് ദുരുപയോഗം ചെയ്യുന്നത് ഏതാനും വിദ്യാർത്ഥിനികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ബാഗ് പരിശോധിച്ച് ഫോൺ കണ്ടെത്തി. അതിൽ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ ഫോൺ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ഇതിനിടെ എന്നെ ആക്രമിക്കാനും ശ്രമിച്ചു. ഞാൻ ഫോൺ പ്രഥമാധ്യാപകനെ ഏൽപ്പിച്ചു. കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയുടെ മറുപടി ഞെട്ടിച്ചു. മര്യാദയ്ക്ക് ഫോൺ തിരിച്ചു കൊടുത്തോ? എൻ്റെ കൊച്ച് വല്ല അവിവേകവും കാണിച്ചാൽ നിങ്ങളെ ഞാൻ കോടതി കയറ്റും. അവൻ്റെ ബാഗ് തുറക്കാനും നോക്കാനും നിങ്ങൾക്ക് എന്താ കാര്യം? അതിനുള്ളത് ഞാൻ വേറെ തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് കേൾക്കാനോ സ്കൂളിലേക്ക് വരാനോ അമ്മ തയ്യാറായില്ല. സ്കൂൾ വിട്ട സമയത്ത് ഫോൺ തിരികെ നൽകി. എൻ്റെ മുൻപിലൂടെ അവൻ ഫോൺ ഉയർത്തിപ്പിടിച്ച് വീട്ടിലേക്ക് പോയി. ഇടുക്കിയിലെ ഹൈസ്കൂൾ അധ്യാപിക. ഇതാ മറ്റൊന്നുകൂടെ കേൾക്കൂ. കൊല്ലുമെന്ന ഭീഷണി, കുരുക്കി കേസും. 2 വർഷം മുൻപാണ് പത്തനംതിട്ടയ്ക്കടുത്തുള്ള എയ്ഡഡ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി തുടർച്ചയായി സ്കൂളിൽ അച്ചടക്ക പ്രശ്നമുണ്ടാക്കി. നടപടിയെടുക്കാൻ പ്രഥമാധ്യാപക എന്ന നിലയിൽ നിർബന്ധിതയായി. എന്നാൽ ഇക്കാര്യം സംസാരിക്കാൻ വിളിച്ചപ്പോൾ വിദ്യാർത്ഥിയുടെ പ്രതികരണം കേട്ടാൽ അറയ്ക്കുന്ന വിധത്തിലുള്ള ചീത്തയായിരുന്നു. TC നൽകുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലുമെന്ന തരത്തിൽ ഭീഷണിയായി.
ഒടുവിൽ വിദ്യാർത്ഥിക്ക് TC നൽകി മറ്റൊരു സ്കൂളിൽ ചേരുകയും ചെയ്തു. ബാലാവകാശ കമ്മീഷനിൽ പരാതിയായി. നടപടിക്രമങ്ങളുടെ പിന്നാലെ 2 വർഷത്തോളം നടക്കേണ്ടി വന്നു. ഇതേ വിദ്യാർത്ഥി പിന്നീടും പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞു. ഈ കേസിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടായി. കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ അധ്യാപകരെയും സ്കൂളിനെയും അനുവദിക്കാതെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരാണ് ചിലർ. പത്തനംതിട്ടയിലെ ഒരു പ്രഥമ അധ്യാപിക. ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. 2025 മാർച്ച് 10 തിങ്കളാഴ്ചത്തെ മനോരമ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജ്. കിട്ടി ഗുരുദക്ഷിണ. അതെ, ഇന്നത്തെ തലമുറകൾ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരമില്ലാത്ത ഇന്നത്തെ പല മാതാപിതാക്കളുമാണ്. ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റുന്നതിന് പിന്നിൽ മാതാപിതാക്കളുടെ പങ്ക് ചെറുതൊന്നുമല്ല. ഒരു നിയന്ത്രണമില്ലാതെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെന്തും വാത്സല്യത്തോടെ വാങ്ങിച്ചു കൊടുത്ത് ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും എന്തെന്നറിയാതെ ഒരു ഉട്ടോപ്യൻ അഥവാ ഭാവനാ ലോകത്താണ് അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങൾ അവൻ്റെ ഹോർമോൺ വ്യതിയാനത്തിന് വലിയ കാരണമായിത്തീരും. നമുക്കൊന്ന് എന്ന രീതിയിൽ ന്യൂക്ലിയർ കുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും തയ്യാറാകാതെ, അവനെ വേദനിപ്പിക്കാതെ അവൻ്റെ വാത്സല്യം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ തലമുറയോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. അവരെ നന്മ തിന്മകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. വടികൊണ്ട് അടിക്കേണ്ട സമയത്ത് അവർക്ക് ശിക്ഷണം നൽകുക തന്നെ വേണം. ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞിന് സ്കൂളിലെ അധ്യാപകനൊന്ന് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു എന്ന് കേട്ടാൽ ഈ മാതാപിതാക്കൾ എങ്ങനെ ചാടി വീഴാതിരിക്കും? മറ്റൊന്നും കേൾക്കാതെ കേസെന്നും പറഞ്ഞു അധ്യാപകനെതിരെ ഭീഷണിയുമായി ഇറങ്ങിത്തിരിക്കുന്നത് ഈ തലമുറകളുടെ ശാപമായി തീരുന്നു. ആഹാരം കഴിച്ചില്ലെങ്കിൽ അവനൊന്ന് കരഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കുവാൻ, അവനെ ആഹാരം കഴിപ്പിക്കാനായിട്ട് മൊബൈൽ ഫോണിൽ അക്രമം നിറഞ്ഞ ഗെയിമുകളും സീനുകളുമൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ കാണിക്കും. തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾ ആ കുഞ്ഞിനെ നാശത്തിലേക്ക്, തെറ്റിലേക്ക് നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുക. പണ്ടൊക്കെ മച്ചിങ്ങയും പിന്നക്കയും പ്ലാവിലെയൊക്കെ പറക്കി കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിച്ചിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് തോക്കുകളും മറ്റ് മാരകായുധങ്ങളുമൊക്കെയാണ് കളിപ്പാട്ടമായിട്ട് മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ അവൻ അക്രമവാസനയുള്ളവനായി വളർന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. മാതാപിതാക്കളെ ജാഗ്രതയും ഭവനങ്ങളിലെ മാതാപിതാക്കളുടെ തകർന്ന കുടുംബ ബന്ധങ്ങൾ മക്കളുടെ തകർച്ചയ്ക്ക്, ഒരു റെബല്യസായിട്ട് അവൻ വളർന്നു വരുന്നതിന് കാരണമായിത്തീരുന്നു. പല മാതാപിതാക്കളും ഒരു ഭവനത്തിൽ ജീവിക്കുന്നുവെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊരു അടുപ്പവുമില്ലാതെ പരസ്പരം അടിയും വഴക്കുമായിട്ട് അകന്നാണ് കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ, വേദന ചെറുതല്ല. ഇതവന് അവൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട് മറ്റ് തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രേരിപ്പിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. മാതാപിതാക്കളെ സൂക്ഷിക്കുക. നമ്മുടെ തലമുറകൾ വഴിതെറ്റുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം ഇന്നത്തെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. എങ്ങനെയും നല്ല റിസൾട്ട് ഉണ്ടാക്കി ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആവിഷ്കരിച്ച തലതിരിഞ്ഞ മാറ്റങ്ങൾ, അതായത് കുട്ടി പഠിച്ചില്ല എങ്കിലും ആ ക്വസ്റ്റ്യൻ നമ്പറും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ജയിക്കാമെന്നുള്ള ഒരു ചിന്താഗതി കുട്ടിയുടെ മനസ്സിലുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു കുട്ടി ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലേ, അധ്യാപകന് തലവേദന സൃഷ്ടിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം പഠിച്ചില്ലെങ്കിലും അവസാനം എങ്ങനെയെങ്കിലും ജയിക്കാമെന്നുള്ള ഒരു തോന്നൽ ഉളവാക്കത്തക്ക വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിക്കുവാനായിട്ടിടയായി. പണ്ടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് SSLCക്ക് 210 മാർക്ക് വാങ്ങി പാസ്സാകണമെങ്കിൽ പോലും അവൻ കാര്യമായിട്ട് എന്തെങ്കിലും ആൻസർ ഷീറ്റിൽ എഴുതിയാലേ പറ്റുകയുള്ളൂ. പക്ഷേ ഇന്ന് ആ ചിന്താഗതിയെല്ലാം മാറിപ്പോയി. ഇന്ന് SSLCക്ക് ഫുൾ A+ വാങ്ങിച്ച് പാസ്സാകുന്ന കുട്ടിക്ക് പോലും അവൻ്റെ ഉപരിപഠനത്തിന്
അവനിഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരനുഭവത്തിലായിത്തീർന്നു. ഇപ്രകാരം തലതിരിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, മാത്രമല്ല ഇന്നത്തെ ഗവൺമെൻറ്റുകൾ പലപ്പോഴും ചരിത്രത്തെ തിരുത്തി, ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ച്, വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കുത്തിനിറച്ച് സിലബസ് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ തലമുറയ്ക്ക് കഴിഞ്ഞ കാലത്തിലെ സത്യങ്ങൾ, മാതൃകകൾ, മൂല്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നതിനെ ഇടയാക്കുകയുള്ളൂ. ഇങ്ങനെ പാഠഭാഗങ്ങളിലൂടെ വർഗീയത കുത്തിനിറയ്ക്കുമ്പോൾ തൻ്റെ അടുത്തിരുന്ന് പഠിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട സുഹൃത്തിനെ ഒരു ശത്രുവായി കാണുവാനേ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനർനിർമ്മിക്കപ്പെടണം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രസിഡൻ്റായിരുന്ന സ്റ്റീവൻ മുള്ളർ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കുക. യൂണിവേഴ്സിറ്റീസ് ആർ ടേണിംഗ് ഔട്ട് highly skilled barbarians because we don't provide a framework of values to the young people who more and more are searching for it. അതെ, മൂല്യാധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ നമ്മുടെ സർവകലാശാലകൾ, കലാലയങ്ങൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ബാർബേറിയൻസിനെ, സംസ്കാരശൂന്യരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളായിട്ട് അധപ്പതിച്ചുകൊണ്ട് യുവതലമുറയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന, അവരേറ്റവും കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ അവർക്ക് നൽകുന്നില്ല. ഇതല്ലേ യഥാർത്ഥ സത്യം? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് എത്രയോ വാസ്തവമാണ്. അധ്യാപകരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. എന്ത് പഠിപ്പിച്ചാലും ചില മൂല്യങ്ങൾ നമ്മിൽ നിന്ന് തന്നെ പകർന്നു കൊടുക്കുന്ന, മൂല്യാധിഷ്ഠിതമായി അവരെ പഠിപ്പിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ അധ്യാപന രീതിയും മാറപ്പെടണം. വെറും ടെക്സ്റ്റ് ബുക്കിലെ അറിവുകൾ മാത്രം അവരുടെ തലയിൽ കുത്തി നിറയ്ക്കാതെ നമുക്ക് നമ്മുടേതായ ചില നല്ല മൂല്യങ്ങൾ അവർക്ക് ഓരോ പാഠത്തിലൂടെയും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ അവരെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ സംസ്കാരശൂന്യരായി ഒരിക്കലും മാറുവാനായിട്ട് ഇടയാകത്തില്ല. ദേ വോണ്ട് ബിക്കം ബാർബേറിയൻസ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ തലമുറകൾ ഇത്രയും തകർന്നു പോകാനായിട്ടുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ്. ബൈബിളിൽ സങ്കീർത്തനം 111:11 ഇപ്രകാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അതെ, നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇന്ന് ക്ലാസ് റൂമിൽ നിന്നും അല്ലാതെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്നും ലോകത്തിൽ നിന്നെല്ലാം പലവിധമായിട്ടുള്ള അറിവുകൾ അവർ ആർജിച്ചെടുക്കുന്നുണ്ട്. നല്ല അറിവുകളും ചീത്ത അറിവുകൾ. പക്ഷേ ഈ അറിവുകൾ നല്ലതേത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, തിരിച്ചറിയാൻ കഴിയാത്ത ഒരനുഭവത്തിൽ അന്ധമായിട്ട് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തകരുവാനായിട്ട്, നശിച്ചു പോകാനായിട്ട്, ഈ ക്രൂരകൃത്യങ്ങളിലേക്കൊക്കെ വഴുതി വീഴുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ജ്ഞാനം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആ ജ്ഞാനത്തെ ശരിയായിട്ട് വിനിയോഗിക്കുവാനുള്ള അണ്ടർസ്റ്റാൻഡിങ്, എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, വിവരം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. ആ വിവേകം തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന്, ദൈവിക മൂല്യങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ്. നോളജ് എക്സ്പ്ലോഷനിൽ, അറിവിൻ്റെ വിസ്ഫോടനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ആധുനിക തലമുറ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ വിവേകത്തോടെ തിരഞ്ഞെടുക്കുന്ന ഒരനുഭവത്തിൽ നയിക്കപ്പെടണമെങ്കിൽ ദൈവഭക്തി ഉള്ള ഒരു തലമുറയായി അവർ മാറണം. പൈശാചികമായിട്ടുള്ള അനേക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തെ ബഹുമാനിക്കുന്ന മക്കളായി വളരുമെങ്കിൽ തീർച്ചയായിട്ടും അവർ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും
മുതിർന്നവരെല്ലാം ബഹുമാനിക്കുന്ന ഒരു അനുഭവത്തിൽ അവർ വളർന്നു വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ വളരുന്ന തലമുറകൾ ഒരിക്കലും തെറ്റിപ്പോകുവാനായിട്ടിടയാകത്തില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുക. ബൈബിളിൽ 10 കൽപ്പനകൾ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവയിൽ ഒന്ന് മാത്രമാണ് ദാറ്റ് വാസ് ഗിവൺ വിത്ത് എ പ്രോമിസ്. വാഗ്ദത്വത്തോടെ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു കൽപ്പന അതിലുള്ളൂ. അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നൽകിയിരിക്കുന്നതാണ്. അതെന്താണെന്നല്ലേ? കുഞ്ഞുങ്ങളോട് പറയുക, മോനെ, മോളെ, നിനക്ക് നന്മയുണ്ടാകുവാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അതെ, ദൈവത്തെ ബഹുമാനിക്കുന്നവൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവന് ദീർഘായുസ്സും നന്മയും ഉണ്ടാകുക ഇല്ല എന്ന് തന്നെ. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദീർഘായുസ്സുള്ളവാനായിട്ട് ഇടയായിത്തീരട്ടെ. അതിനായിട്ട് നമുക്ക് ഭരണകൂടങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒറ്റക്കെട്ട് അതെ ഒരു നല്ലൊരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുക. അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ അവരോട് ചേർന്ന് മാതാപിതാക്കളും ഗുരുജനങ്ങളും നമ്മുടെ സമൂഹവും ഒറ്റക്കെട്ടായി ഒരു പുതിയ പ്രതിജ്ഞയോടെ നമുക്ക് കുഞ്ഞുങ്ങളെ തെറ്റായ മാർഗത്തിൽ ഞാൻ വ്യതിചലിക്കത്തില്ല, നന്മയുടെ പാത ഞാൻ തിരഞ്ഞെടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവിക്ക് വേണ്ടി ഞാൻ മുന്നേറുമെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സുവർണ കാലഘട്ടം നമുക്ക് വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. ആ സുവർണ കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ ഇത് അല്പം നീണ്ട ഒരു സന്ദേശമായിരിക്കും, പക്ഷേ ഇത് നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങളിത് കേട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അത് പ്രയോജനപ്പെടട്ടെ. പലതുള്ളി പെരുവെള്ളം ഇതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരും.